ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ നല്ല സദ്യ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ ഷെജിർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്കായപ്പോൾ സദ്യയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഷോപ്പിൽ തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് എന്തായാലും കഴിക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുള്ളത് കൊണ്ടുവന്നതാണ്. അവർ ഷോപ്പിൽ നിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാനതും വാങ്ങിച്ച് പിന്നെ നേരെ റൂമിലോട്ട് പോയി. പിന്നെ ഒരു ചൂടക്കാരനതിന് മുന്നേ തന്നെ കൈയോടെ കഴിക്കാമെന്ന് വിചാരിച്ചത് ഓരോന്ന് പുറത്തെടുത്ത് സെറ്റ് ചെയ്യാണ്. വാഴയിലെ കൈ കിട്ടിയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് വിളമ്പുന്ന ഓർഡർ ഒന്നും മെയിൻ ചെയ്യണ്ട, കാരണം ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ ഈ ഒരു പുളിയഞ്ചി നമ്മൾ നോർമൽ പുളിയഞ്ചിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല. സാധാരണ ഓണം വരുമ്പോഴാണ് അധികം സദ്യ കഴിക്കാറുള്ളത്. ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വിഷുവിന് ഇങ്ങനെ ഒരു സദ്യ കഴിക്കുന്നത്. അതും ഇവിടെ വന്നിട്ടൊരു സദ്യ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 ടൈപ്പ് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സദ്യയിൽ വരുന്ന സാമ്പാറും അതുപോലെ തന്നെ കൂട്ടുകറി നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ. അപ്പോൾ സദ്യ വിളമ്പുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ട് ക്ഷമയോട് കൂടി ഇരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.